പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ആളുകളുടെ സംശയമാണ് ഈ 2025 CPO, WCPO പോലുള്ള യൂണിഫോം പോസ്റ്റുകളെ നോട്ടിഫിക്കേഷൻ വരുമോ, വേക്കൻസി എങ്ങനെയായിരിക്കും, വേക്കൻസി കുറവായിരിക്കില്ലേ, ഒരെണ്ണം വന്നിട്ട് പോയിട്ടതല്ലേ ഉള്ളൂ, അങ്ങനെയൊക്കെയുള്ള കുറേ സംശയങ്ങളാണ്. യാതൊരു സംശയം വേണ്ട. 2025 ഡിസംബർ 31 CPO, ചിലപ്പോൾ ഒരു ദിവസം മാറി WCPO എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ ഉറപ്പായിട്ടും വരും. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് പ്രധാനമായിട്ടും മിക്ക ആളുകളും കുറേ നാളുകൾ കൊണ്ട് ഈ CPO അല്ലെങ്കിൽ WCPO പരീക്ഷയ്ക്ക് പഠിക്കുന്നുണ്ട്, വന്ന് ലിസ്റ്റിൽ വരാതെ പോകുന്നുണ്ട്. അത് പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തുടങ്ങില്ല എന്നുള്ളതാണ്. ഈവൻ നമ്മളാണെങ്കിൽ പോലും കോഴ്സ് തുടങ്ങുന്ന ഡിസംബർ മാസത്തിൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഒരു 6 മാസം കൊണ്ടാണ് കോഴ്സുകളൊക്കെ തീർക്കുന്നത്. പക്ഷേ ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ CPOയുടെ ആണെങ്കിലും WCPOയുടെ ആണെങ്കിലും എക്സൈസിൻ്റെ ആണെങ്കിലും ബീറ്റിൻ്റെ ആണെങ്കിലും അതിൻ്റെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് പഠിച്ചാൽ പോലും തീരാത്തത്ര ടോപ്പിക്കുകളുണ്ട്. നമ്മൾ ഈ പറയുന്ന ഇപ്പോഴത്തെ കട്ട് ഓഫ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 50-60 മാർക്കിന് മുകളിലേക്ക് സ്കോർ ചെയ്യണം. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലവിലത്തെ അവസ്ഥയിൽ ഈ പറയുന്ന ലിസ്റ്റുകളിൽ പാസ്സാകാൻ പറ്റത്തുള്ളൂ. അത് കോമ്പറ്റീഷൻ കൂടുന്നതുകൊണ്ട് തന്നെയാണ്, സ്വാഭാവികമാണ്. പിന്നെ മാത്രമല്ല, ഇപ്പോൾ എക്സാം എഴുതുന്നവർ, ഇപ്പോൾ കഴിഞ്ഞ വർഷം എഴുതിയ ആളുകൾ, കഴിഞ്ഞ വർഷം മുമ്പ് എഴുതിയ ആളുകൾ, ഇവർ തന്നെയാണ് വീണ്ടും കോമ്പറ്റീഷനിൽ വരുന്നത്. അതുകൊണ്ട് പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് അത് വളരെ ബുദ്ധിമുട്ടാവും. സോ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുന്നവരെ കാത്തിരിക്കരുത്. ഇനി നിങ്ങൾക്ക് കഷ്ടിച്ച് കിട്ടാൻ പോകുന്ന 9 മാസമാണ്. ഇപ്പോൾ അത് സെപ്റ്റംബർ മാസമാണ്. അത് കഴിഞ്ഞ് ജൂൺ മാസം 2026 ജൂൺ ജൂലൈ മാസം, മിക്കവാറും ജൂണിലായിരിക്കും എക്സാം നടക്കാൻ പോവുക. ജൂൺ ജൂലൈ മാസത്തിൽ എക്സാം ഉണ്ടാവും. അതിനകത്ത് അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 9 മാസമാണ്. ഇനിയിപ്പോൾ ഈ പറയുന്ന ഏത് എക്സാം ആണെങ്കിലും നമുക്ക് ആ ടൈം വരുന്ന 9 മാസമാണ്. 9 മാസം അല്ല, ഒരു 1.5 വർഷം പഠിച്ചാൽ തീരാത്തത്ര ടോപ്പിക്കാണ് നമ്മുടെ സിലബസ്. LDയേക്കാൾ വലിയ സിലബസ് ആണ് നമ്മുടെ CPOയുടേത് അല്ലെങ്കിൽ WCPOയുടെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. മുൻ വർഷങ്ങളിൽ നിങ്ങൾക്ക് സംഭവിച്ച അബദ്ധങ്ങൾ, അത് കുറേ അബദ്ധങ്ങളുണ്ടാവും. നിങ്ങൾ ഈ പറയുന്ന യൂണിഫോം പോസ്റ്റ് പാസ്സാകുന്ന അത്ര എളുപ്പമല്ല, അത് കുറച്ച് ട്രിക്കിയാണ്. അതിന് നമ്മൾ കുറച്ച് ബുദ്ധിപരമായ കുറേ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഇത്തരത്തിൽ യൂണിഫോം പോസ്റ്റുകൾ പാസ്സാകാൻ പറ്റത്തുള്ളൂ. അതിന് കുറച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഡിസംബർ ആകുമ്പോൾ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്, ഈ ഡിസംബർ നോട്ടിഫിക്കേഷൻ വരുന്ന ടൈം ആകുമ്പോൾ ഒരു 40-50 മാർക്കിൻ്റെ ടോപ്പിക്കുകൾ കയ്യിൽ ഒതുക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ സ്ട്രാറ്റജി. ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി അത് തന്നെയാണ്. അത് കഴിഞ്ഞ് പിന്നെ നോട്ടിഫിക്കേഷൻ വന്ന് ചെയ്യാൻ 6 മാസമേ ഉള്ളൂ. 6 മാസം ചെയ്യാൻ പറ്റുന്ന വേറെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് സ്പെഷ്യൽ ടോപ്പിക്ക്, അതിപ്പോൾ CPO ആണെങ്കിലും WCPO ആണെങ്കിലും ഏതാണെങ്കിലും സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾക്ക് ആദ്യം തീർക്കുക എന്നുള്ളത്. ആ 20 മാർക്കുണ്ട്. അതിപ്പോൾ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ ആണെങ്കിലും അങ്ങനെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് തീർക്കുക. ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, പറ്റുമെങ്കിൽ കറണ്ട് അഫയേഴ്സ്, ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ ഡിസംബർ ജനുവരി മാക്സിമം ജനുവരി ആകുമ്പോഴത്തേക്ക് തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി വെച്ചോ, അല്ലെങ്കിൽ ഈ കമൻറ്റ്, ഞാൻ ഒരു കമൻറ്റ് വേണമെങ്കിൽ ഇട്ടേക്കാം. നിങ്ങൾ ഈ മാർക്ക്, ഇത്രയും മാർക്ക് 50 മാർക്കിൻ്റെ ടോപ്പിക്ക് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ പോയി എക്സാം എഴുതിയ ബാക്കി ഒരു 4 മാസം GK പഠിച്ചാൽ മതി. ഉറപ്പായിട്ട് നിങ്ങൾ ലിസ്റ്റിൽ വന്നിരിക്കും. നല്ല മാർക്കോട് കൂടി തന്നെ ലിസ്റ്റിൽ വന്നിരിക്കും. നിങ്ങൾ ഏറ്റവും അവസാനം ഈ ജനുവരി ഫെബ്രുവരി തൊട്ട് നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്കും പഠിച്ച്, മാത്സും പഠിച്ചതിൻ്റെ ഇടയിൽ കുറേ GKയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കോഴ്സ് ചെയ്യുന്ന നമുക്ക് തന്നെ അറിയാൻ പറ്റും. ഇത് പിള്ളേരൊരു സമയമാകുമ്പോഴത്തേക്ക് മൊത്തം കൺഫ്യൂഷനാണ്. എല്ലാം പഠിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പഠിച്ചു, പക്ഷേ ഒന്നും പഠിച്ചില്ലാത്തൊരവസ്ഥയാണ്. ചിലത് ഇടയ്ക്ക് കുറേ ടോപ്പിക്കുകൾ മിക്സ് ആവും. അത് ചിലപ്പോൾ പഠിക്കണമെന്ന് വെക്കും, വലിയ ടോപ്പിക്കായിരിക്കും, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കുക. അപ്പോൾ CPO WCPOയുടെ ഏറ്റവും പുതിയ ബാച്ചുകൾ, സെക്കൻഡ് ബാച്ച്, ഫൗണ്ടേഷൻ ബാച്ചാണ്. നമ്മളിപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്ക് മുതലാണ് എടുത്തു വരുന്നത്. ഏറ്റവും ബേസിക് ആയിട്ട് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഓരോ സെക്ഷൻസും ഒരു ദിവസം ഒരു 5-6 സെക്ഷൻസ് വീതമാണ് നമ്മളിപ്പോൾ പഠിച്ചു പോകുന്നത്. ഫുൾ മാർക്കും കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാ ടോപ്പിക്കുകളും, മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും നമ്മൾ പെതുക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടൊക്കെ എക്സാം എഴുതുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് നമ്മുടെ CPOയുടെ WCPOയുടെ ഒക്കെ ബാച്ച് വരുന്നത്. അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസിന് സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയുള്ള ബാച്ചുകൾ നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും വളരെ ഫീസ് കുറവാണ്. ഡെയിലി എക്സാമുകൾ, വീക്കിലി എക്സാമുകൾ, റിവിഷൻ എക്സാമുകളൊക്കെ എല്ലാം ഉണ്ട്. അപ്പോൾ കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഇനി കോഴ്സിലൊന്നും വന്നില്ലെങ്കിലും കുഴപ്പമില്ല മക്കളെ, നിങ്ങൾ ഇപ്പോൾ തന്നെ പഠനം തുടങ്ങുക എന്നുള്ളതാണ്. അതിനാണ് വീഡിയോ ഇട്ടത്. പല ആളുകൾ ഇപ്പോഴും മെസ്സേജ് അയക്കുന്നത് വരുമോ എന്നുള്ള കാര്യത്തിലാണ് സംശയം. ഇനിയിപ്പോൾ വേക്കൻസി കുറവാണല്ലോ, കഴിഞ്ഞ വട്ടം ഇത്രയും പോയുള്ളൂ, അപ്പോൾ ഇത്തവണയും കൂടി ഇത്രയും പോയി കഴിഞ്ഞാൽ ഇനി ഒരു വേക്കൻസിക്ക് ചാൻസ് ഉണ്ടോ, ഇനി ഒരു നോട്ടിഫിക്കേഷൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. എല്ലാ വർഷവും യൂണിഫോം പോസ്റ്റുകളിൽ വരും. പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കഴിഞ്ഞ തവണ വന്നതിന് അത്രയും തന്നെ ആയിരിക്കും ഇത്തവണ വരാൻ പോകുന്നത്. ഇത്തവണയും കഴിഞ്ഞ തവണയും ഒരുപോലെ. ഇനിയിപ്പോൾ അഡ്വൈസ് വരാൻ പോകുന്നു, ഇനി എഴുതാൻ പോകുന്ന എക്സാമിന് വരാൻ പോകുന്ന ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും. അതിൻ്റെ കാരണങ്ങൾ നിങ്ങൾക്കും അറിയാവുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടും പഠനം മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുക. ഇപ്പോഴേ തുടങ്ങുക. വീട്ടിലിരുന്ന് പഠിക്കുന്നവരാണ്, കോഴ്സൊന്നും പോകുന്നില്ല, കോച്ചിങ് ക്ലാസ്സുകളൊന്നും പോകാത്ത ആളുകളാണെങ്കിൽ വീട്ടിലിരുന്ന് പഠിക്കുക. ഇപ്പോഴേ തുടങ്ങുക. 1-2 ഇപ്പോൾ യൂണിഫോം പോസ്റ്റ് പഠിക്കുന്നവർക്ക് എല്ലാം 80 മാർക്കിൻ്റെ ടോപ്പിക്ക് കോമൺ ആണ്. ബാക്കി 20 മാർക്കിൻ്റെ ടോപ്പിക്ക് മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. നിങ്ങൾ ആ 20 മാർക്കിൻ്റെ ടോപ്പിക്ക് ഈ 3-4 മാസം കൊണ്ട് തീർക്കാൻ നോക്കിയാലും അതും ഒരു നല്ല സ്ട്രാറ്റജി ആയിരിക്കും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക.